കൂടത്തായി കൂട്ടക്കൊലക്കേസിൽ അറസ്റ്റിന് മുൻപേ ജോളി കുറ്റസമ്മതം നടത്തിയെന്ന നിർണായക മൊഴി. ജോളിയുടെ സഹോദരൻ ജോർജ് എന്ന ജോസാണ് മാറാട് പ്രത്യേക കോടതിയിൽ മൊഴി നൽകിയത്. 2019 ഒക്ടോബറിൽ ജോളി ആവശ്യപ്പെട്ടത് പ്രകാരം വീട്ടിൽ ചെന്നപ്പോൾ തെറ്റുപറ്റിയെന്ന് ജോളി പറഞ്ഞിരുന്നു എന്നാണ് ജോർജിന്റെ മൊഴി. ഷബീർ ഒമർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷബീർ, ഇത് എന്താണ് സംഭവം? ഇപ്പോൾ ആരാണ് ഈ തുറന്നു പറച്ചിൽ നടത്തിയത്? അമൃത, കൂടത്തായി കൂട്ടക്കൊലക്കേസിൽ കൊല്ലപ്പെട്ട റോയ് തോമസ് വധക്കേസിലാണ് ഇപ്പോൾ മാറാട് പ്രത്യേക കോടതിയിൽ വിചാരണ തുടരുന്നത്. ഈ കേസിലെ 57-ാം സാക്ഷിയും ഈ കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ജോളിയുടെ സഹോദരനുമായ ജോർജ് എന്ന ജോസിന്റെ എതിർ വിസ്താരമാണ് ഇന്ന് കോടതിയിൽ പൂർത്തിയായത്. നേരത്തെ പ്രോസിക്യൂഷൻ വിസ്താരം കഴിഞ്ഞിരുന്നു. അന്ന് പറഞ്ഞ കാര്യങ്ങൾ എതിർ വിസ്താരത്തിലും ഈ സാക്ഷി ജോർജ് ആവർത്തിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസന്വേഷണം നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ ജോളിയുടെ അറസ്റ്റിന് തൊട്ടു മുമ്പ് ജോളി 2019 ഒക്ടോബർ 3-ാം തീയതി തന്നെ ഫോണിൽ വിളിച്ചു വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. വീട്ടിൽ ചെന്നപ്പോൾ ഈ സംഗതികൾ, അതായത് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുറന്ന് സമ്മതിച്ചു. ഇങ്ങനെ സംഭവിച്ചു പോയി എന്ന് സമ്മതിച്ചു. തുടർന്ന് ജോളിയോടൊപ്പം അഭിഭാഷകനെ കാണാനും മറ്റും താൻ കൂടെ പോയി എന്നുമാണ് ജോർജ് മൊഴി നൽകിയത്. സ്വാഭാവികമായും എതിർവിസ്താരമായതിനാൽ ചില ചോദ്യങ്ങൾ കൂടി ജോളിയുടെ അഭിഭാഷകൻ ഈ ജോർജിനോട് ചോദിച്ചിരുന്നു. അതിൽ ഈ പോലീസിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണോ ഇത്തരത്തിൽ മൊഴി നൽകുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. അതിൽ സമ്മർദ്ദത്തെ തുടർന്നല്ല, താൻ അറിഞ്ഞ കാര്യങ്ങളാണ് നേരത്തെ പോലീസിനോടും ഒപ്പം തന്നെ മജിസ്ട്രേറ്റിന് മുമ്പാകെയും പറഞ്ഞിട്ടുള്ളത് എന്നും ജോർജ് മൊഴി നൽകി. മറ്റൊന്ന്, ഇയാൾക്കെതിരെ ഉണ്ടായിരുന്ന ആക്ഷേപം ജോളിയുമായി സ്വത്ത് തർക്കമുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ മൊഴി നൽകുന്നത് എന്നൊരു ആക്ഷേപം കൂടി ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് കോടതിയിൽ എതിർവിസ്താരം നടന്നിരുന്നത്. അതുമായി ബന്ധപ്പെട്ട ചോദ്യവും ഉണ്ടായിരുന്നു. അപ്പോൾ ജോളിയുമായി സ്വത്ത് തർക്കമോ ഏതെങ്കിലും തരത്തിലുള്ള തർക്കമോ ഉണ്ടായിട്ടില്ല എന്നുമാണ് ജോർജ് മൊഴി നൽകിയത്. എന്തായാലും ഈ കേസിൽ നിർണായകമാണ് ഇത്തരത്തിലൊരു കുറ്റസമ്മതം ജോളി നടത്തി എന്നുള്ള സാക്ഷിയുടെ 57-ാം സാക്ഷിയുടെ മൊഴി. എന്തായാലും ഈ കേസിന്റെ തുടർ വിസ്താരം ഈ മാസം തന്നെ 20-ാം തീയതി മാറ്റിവെച്ചിട്ടുണ്ട്. ആ ദിവസം മറ്റ് സാക്ഷികളുടെ കൂടി വിസ്താരം നടക്കും. അമൃത. ഷബീർ ഉമറാണ് വിവരങ്ങൾ നൽകിയത്.